മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF കേരളം ഭരിക്കാൻ തുടങ്ങിയിട്ട് 9 വർഷങ്ങൾ കഴിയാറായി. അടുത്തൊരു 6-8 മാസം കഴിയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരും. ഒരു വർഷത്തിനുള്ളിൽ ഈ മന്ത്രിസഭ ഇറങ്ങും. പക്ഷേ അപ്പോഴൊക്കെ പിണറായി വിജയൻ രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വർഷം ആഘോഷിക്കുമ്പോഴും 9 വർഷം ആഘോഷിക്കുമ്പോഴുമൊക്കെ എടുത്തു പറയാനുള്ള സർക്കാർ മുന്നോട്ട് വയ്ക്കേണ്ട വികസന പ്രവർത്തനങ്ങളാണ്. പക്ഷെ സർക്കാരിന്റെ വികസന പ്രവർത്തന രേഖ മുഴുവൻ പരിശോധിച്ചാലും പിണറായി സർക്കാർ ഭരിച്ച 9 വർഷത്തിൽ അവരായി കൊണ്ടുവന്ന ഒരു പദ്ധതി പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് വിഴിഞ്ഞമായിക്കൊള്ളട്ടെ, അതിന് മുൻപ് നടത്തിയിട്ടുള്ള ഏത് പദ്ധതിയുമായിക്കോട്ടെ, ഇവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന, ഇവർ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ പദ്ധതിയുടെയും എന്താ പറയുക, അടിത്തറ ഉണ്ടാക്കിയിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ വികസന ലക്ഷ്യങ്ങളിൽ നിന്നായിരുന്നു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യവും എവിഡന്റുമാണ്. എനിക്ക് ഈ പറയുമ്പോഴൊക്കെ ഓർമ്മ വരുന്നത് ബാഹുബലി സിനിമയ്ക്കകത്ത് ബാഹുബലിക്ക് പൽവാൾ ദേവന്റെ ബാക്കിലായിട്ട് ബാഹുബലിയുടെ വലിയൊരു പ്രതിമ വരുമല്ലോ അതിന്റെ ഇന്റർവ്യൂഷൻ സമയത്ത്. അതുപോലെയാണ് പിണറായി വിജയൻ കുറെ ദിവസം കൊണ്ട് തന്നെ എന്തൊക്കെ തേച്ച് ഉരച്ച് ഉമ്മൻചാണ്ടിയുടെ പേര് മായ്ക്കാൻ നോക്കിയിട്ടും ലാസ്റ്റ് അത് മായുന്നില്ല, അങ്ങനെ തന്നെ കിടക്കുകയാണ്. അതിന്റെ ഒരു അമർഷം കൂടി കാണുമായിരിക്കും. എന്തായാലും നാടിന് നല്ലതുള്ള എന്തായാലും നമുക്ക് ഒരു മത്സര ബുദ്ധിയോടെ നടക്കട്ടെ. നമുക്ക് നാടിന് നല്ലതാണെങ്കിൽ ഓക്കെ, ശരിയാണ്. പക്ഷെ ഇവിടെ ഒന്നും തന്നെ നേരത്തെ പറഞ്ഞ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. ഇപ്പോൾ സിൽവർ ലൈനാണ് അവരെ സംബന്ധിച്ച് അവസാന ഒരു പോം വഴി. അതിപ്പം വേറെ വലിയ നമുക്ക് ഇപ്പം ഈ രേഖകളൊക്കെ ഇറക്കി എത്ര ഫ്ലെക്സ് ബോർഡ് വെച്ചാലും അതിനകത്തൊന്നും ആളുകൾക്ക് അതല്ല വേണ്ടത്. ആളുകൾക്ക് ഒറ്റ നോട്ടത്തിൽ കാണേണ്ടത് ഇപ്പോൾ കൊച്ചി മെട്രോ അല്ലെങ്കിൽ വിഴിഞ്ഞം പോലുള്ള അതുപോലത്തെ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യം അതുപോലെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കെ റെയിൽ എന്നുള്ളത്, സിൽവർ ലൈൻ പദ്ധതി.